ചൂരൽമലയിലെ ദുരന്തം ഒരു കാലത്തും നമ്മളോട് മറന്നുപോവില്ല. അന്ന് ജീവൻ ഇല്ലാതായവരും ഒറ്റപ്പെട്ടു പോയവരും വീട് തകർന്ന് ഒലിച്ചു പോയിട്ടുള്ള ആളുകളും കാണാതായിട്ടുള്ള ആളുകളും അങ്ങനെ ദുരിതത്തിന്റെ അങ്ങേയറ്റം വരെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പം അവിടെ ബാക്കിയായിട്ടുള്ള ആളുകൾ. അവർക്ക് വേണ്ടിയിട്ടേ കൽപ്പറ്റയിൽ ടൗൺഷിപ്പിന്റെ പണി നടക്കുന്നുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി. ഇത് അടിവാരത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് താമരശ്ശേരി ചുരം തുടങ്ങാണ്. എന്തായാലും രാവിലെ നേരത്തെ വന്നെങ്കിലും ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ ചുരത്തിൽ. നമ്മളിപ്പം പോകുന്ന ഈ ഒരു ചുരത്തിന് ബദലായിട്ടാണ് തുരങ്കപാത വരുന്നത്. അതെ, കോഴിക്കോട് മുത്തപ്പൻപുഴയ്ക്കടുത്തുള്ള സ്വർഗംകുന്ന് തുറന്നിട്ടാണ് ചൂരൽമല റൂട്ടിലെ കള്ളാടിക്കടുത്ത് മീനാക്ഷി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് 2 ദിവസം മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു തുരങ്കപാതയിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴിക്കോടും വയനാടും തൊട്ടടുത്തേക്ക് വരാൻ പോവാണ്. തുരങ്കപാത വന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വയനാട്ടിലേക്കൊക്കെ എത്താൻ പറ്റും. പക്ഷേ ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വൈബേ അത് ഇതിലെ പോകുന്നേരം മാത്രമേ നമുക്ക് കിട്ടൂ. ഈ ഒരു ചുരത്തിലൂടെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്, വീഡിയോയും ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും പോകുന്ന സമയത്തെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ചുരത്തെക്കുറിച്ച് നമുക്ക് പറയാതെ എങ്ങനെയാണ് പോവുക? അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം കയറി വയനാട്ടിലെത്തി കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും വയനാടിൻ്റെ തനി സ്വഭാവം ഇതാ കാണിച്ചിട്ടുണ്ട്. നല്ല തണുപ്പുമുണ്ട്, അതേപോലെ ഇതാ കോടമഞ്ഞും. തൊട്ട് മുൻപിലേക്ക് പോലും കാണാത്ത അത്രയ്ക്കും കോടമഞ്ഞുണ്ട്. ഇപ്പം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ഒരു സമയത്താണ് ഇതേപോലത്തെ ഒരു ക്ലൈമറ്റ്. വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ താമരശ്ശേരി ചുരം കയറിയിട്ട് വയനാടിൻ്റെ ഒരു കവാടമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തമായിട്ട് ക്ലൈമറ്റ് അങ്ങ് മാറും. നല്ല തണുപ്പ് കയറി വരും. അതുതന്നെയാണ് ഈ ഒരു വയനാടിൻ്റെ പ്രത്യേകതയും. അങ്ങനെ കുറേ ദൂരം കോടമഞ്ഞിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ കൽപ്പറ്റയിലേക്കൊക്കെ എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ കൽപ്പറ്റ ടൗണാണ്. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പോകണം. അതായത് കൽപ്പറ്റയിലെ ബൈപ്പാസിലൂടെയാണ് പോകുന്നത്. ഇനിയിപ്പം ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് നടക്കും. അവിടുന്ന് അങ്ങോട്ടും അതേ വേഗത്തിൽ തന്നെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണെങ്കിലേ തുരങ്കപാതയുടെ പണിയും നമ്മളിപ്പം പോകുന്ന ടൗൺഷിപ്പിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ വേഗം തന്നെ തീരും. നമ്മളിപ്പം പോകുന്ന ടൗൺഷിപ്പും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടൗൺഷിപ്പ്. ഈ ഒരു കവാടം കടന്നുള്ളോട്ട് കയറുമ്പോഴേക്കും നമുക്ക് വീടുകൾ കാണാൻ തുടങ്ങും. 160 ഏക്കർ ഭൂമിയിലാണ് ഇവിടെ ടൗൺഷിപ്പ് വരുന്നത്. അതേപോലെ തന്നെ 11 കിലോമീറ്ററോളം ഇതേപോലത്തെ റോഡുണ്ട്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ വീടിൻ്റെ മുൻപിലൂടെയും ഈ ഒരു റോഡ് പോവും. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടെ മൊത്തം വരുന്നത് 410 വീടുകളാണ്. അതിൽ 178 വീടുകളാണ് ഇന്നലെ മെഞ്ഞാന്നായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത്. എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് സർക്കാർ മാത്രമല്ല വീട് വെച്ചു കൊടുക്കുന്നത്. ഒരുപാട് സംഘടനകളും അതേപോലെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ വീടുകളിലൊക്കെ ഇപ്പം ആളുകൾ താമസവും തുടങ്ങി. ഈ ഒരു ദുരന്തം നടന്നിട്ട് ഇപ്പം 1 വർഷമൊക്കെ കഴിഞ്ഞ്, എന്നിട്ടും വീടിൻ്റെ പണി ഇവിടെ ഇതാ നടക്കുന്നേ ഉള്ളൂ. ഇവിടെ വരുന്നത് കുറച്ച് വീടുകളല്ല, 410 വീടുകളാണ് ഈ ഒരു ടൗൺഷിപ്പിൽ തന്നെ വരുന്നത്.
എന്തായാലും എല്ലാ ഭാഗത്തും തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. രാവിലെ നേരത്തെ വന്നതിൻ്റെ ഉദ്ദേശം ഇതേപോലത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. വയനാട്ടിൽ വരുന്ന എല്ലാ ആളുകളും ഇപ്പം ചൂരൽമലയിൽ പോകുന്നുണ്ട്. അവിടെ എത്തിയാൽ ശരിക്കും ഒരു മൂകതയാണ്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. കഷ്ടപ്പാടും ദുരിതവും ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. ഒരു സെക്കൻഡ് കൊണ്ടാണ് ജീവിതവും ജീവനും എല്ലാം ഇല്ലാതായിട്ടുള്ളത്. അവർക്ക് ഇതേപോലത്തെ ഒരു വീട് സ്വന്തമായിട്ട് കിട്ടുന്ന സമയത്തെ ഇവിടെ ശരിക്കും സ്വർഗമായിരിക്കും. അവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു വീടും അതോടൊപ്പം ഒരു ആനയെ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാലും അവർക്കുണ്ടായിട്ടുള്ള നഷ്ടേ നമുക്കൊരു കാലത്തും നികത്താനാവില്ല. പിന്നെ ഒന്നുമില്ലാത്ത സമയത്ത് ഇതേപോലത്തെ ഒരു വീട് സ്വന്തമായിട്ട് കിട്ടുന്ന സമയത്തെ എന്തായാലും കുറച്ചെങ്കിലും സമാധാനം ഉണ്ടാവും. അതുമാത്രമേ നമുക്ക് ചെയ്യാനും പറ്റൂ. ഇവിടുത്തെ ഒരു വീടിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ടൊന്ന് മുകളിൽ പോയി നോക്കാം. ഇവിടുത്തെ എല്ലാ വീടിൻ്റെ മുകളിലും ഇതേപോലെ സോളാർ ഉണ്ടാവും. 2 കിലോവാട്ട് പവറിൻ്റെ സോളാറാണ്. 240 യൂണിറ്റ് വൈദ്യുതിയെ ഒരു മാസം കൊണ്ട് ഈ ഒരു സോളാർ ഉൽപ്പാദിപ്പിക്കും. ഇവിടുത്തെ ഏതൊരു വീടിൻ്റെ മുകളിൽ കയറിയാലും ഇതേപോലെ തന്നെയായിരിക്കും കാഴ്ച. കോടമഞ്ഞിനുള്ളിലൂടെ വരുന്ന സൂര്യപ്രകാശയെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ പ്രതീക്ഷയിലേക്കാണിതാ ഉദിക്കുന്നത്. ഇവിടെ വരുന്ന 410 വീടുകളും ഇതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഡിസൈന് കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട്. അടുത്തടുത്തുള്ള വീടുകളുടെ ബാക്കിൽ കിച്ചണേ എല്ലാം ഒരേ ഭാഗത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ആളുകളുമൊക്കെ ആയിട്ട് സംസാരിക്കാനും പിന്നെ സിറ്റ് ഔട്ട് ആണെങ്കിലും ഒക്കെ മുൻഭാഗത്തേക്ക് റോഡിൻ്റെ മുകളിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള ആളുകളുമൊക്കെ ആയിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെയായിരുന്നു അവർ ചൂരൽമലയിൽ താമസിച്ചിട്ടുള്ളത്. അടുത്തടുത്ത വീടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ജീവിച്ച ആളുകളാണ്. ഇവിടെയും അതേപോലെ അവർക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. എന്തായാലും അവിടെയുള്ള ആളുകൾ എല്ലാവരും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് എന്തായാലും വർഷങ്ങൾ എടുക്കും. കാരണം അത്രത്തോളം വീടിൻ്റെ പണി ഇവിടെ തീരാനുണ്ട്. എങ്കിലും 178 വീടിനടുത്ത് ഏകദേശം പണിയൊക്കെ തീർന്ന് ആളുകൾ ഇങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് ഏകദേശമൊക്കെ സെറ്റായതാണ്. ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നത് ഊരാളുങ്കലാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് കിഫ്കോണും ഉണ്ട്. അവരുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് പണിയൊക്കെ മുന്നോട്ട് പോവുക. ഇവിടെ മൊത്തമായിട്ട് 5 സോണുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സോണിൽ 178 വീടിൻ്റെ പണിയാണ് ഏകദേശം തീർന്നിട്ടുള്ളത്. നമുക്കിവിടുത്തെ ഒരു വീടും അതിനുൾഭാഗവും ഒന്ന് കാണാം. 7 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഫ്രണ്ട് ഡോറ് സ്റ്റീൽ ഡോറാണ്. അതേപോലെ തന്നെ വിൻഡോയും കാര്യങ്ങളും ഒക്കെ UPVCയിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ കയറുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഒരു വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ്. ഇവിടെ ഒരു വാഷ് ബേസും അതേപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഈ ഒരു ഡൈനിങ് ഹാളിലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് ഇവിടുത്തെ സ്റ്റഡി റൂമാണ്. ഇനി നമ്മൾ പോകുന്നതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക്. അത്യാവശ്യം നല്ല സൈസുള്ള റൂമാണ് കേട്ടോ. ഒരു വാർഡ്രോബും ഉണ്ട്. ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. പിന്നെ നേരെ വന്നാൽ അടുത്ത റൂം. എല്ലാ റൂമിലേക്കുള്ള ഡോറും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നാണ്. പിന്നെ ഇതാ കിച്ചണ്. ഇത് മാത്രമല്ല വേറെ ഒരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ എല്ലാ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതേപോലെ ഒരു വ്യൂ ആയിരിക്കും. നേരെ കാണുന്നത് റോഡാണ്.
നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു ടൗൺഷിപ്പിനുള്ളിലെ ഫുട്ബോൾ ഗ്രൗണ്ടും ഓപ്പൺ മാർക്കറ്റും അതോടൊപ്പം ഡിസാസ്റ്റർ മെമ്മോറിയലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളും പബ്ലിക് ടോയ്ലറ്റും ഒക്കെ വരുന്നുണ്ട്. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം എല്ലാ ആളുകളും ഇത് കാണാൻ വരും. അപ്പം അവർക്ക് വേണ്ട സൗകര്യവും ഇവിടെ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാലേ ഈ ഒരു ടൗൺഷിപ്പിനുള്ളിൽ കയറിയാൽ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരാവശ്യവുമില്ല. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇതിനുള്ളിൽ കിട്ടും. ഇതിൻ്റെ പണി എന്നാണ് കഴിയാന്നറിയില്ല, പണി കഴിഞ്ഞാൽ സെറ്റാണ്. ഇവിടെ വരുന്ന എല്ലാ വീടിൻ്റെയും സ്ട്രക്ചർ ഇതേപോലെ 9 പില്ലറുകളുണ്ട്. ആ ഒരു പില്ലർ ഉപയോഗിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും നമ്മളെ അതിശയിപ്പിക്കും. നമ്മൾ ചൂരൽമലയിൽ പോകുന്ന സമയത്ത് നെഗറ്റീവ് എനർജി കിട്ടിയാലേ ഇവിടെ വരുന്ന സമയത്ത് അത് പോസിറ്റീവായിട്ട് മാറും. ഈ കാണുന്നതാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതായത് ഇവിടുത്തെ ഒരു വീടുകൾക്കും സെപ്പറേറ്റ് വേസ്റ്റ് ടാങ്കുകളില്ല. ഈ ഒരു ടാങ്കിനകത്തേക്കാണ് എല്ലാ വീടിൻ്റെ വേസ്റ്റും വന്നെത്തുന്നത്. ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു പ്രമോഷൻ്റെയും ഭാഗമായിട്ടല്ല. ഏത് സർക്കാരായിരുന്നാലും ദുരിതബാധിതർക്ക് സഹായങ്ങൾ ചെയ്യണം. പിന്നെ ഇപ്പം ഏതൊരു മേഖലയിലായാലും കൈയിട്ട് വാരുന്ന ആളുകളൊക്കെ ഒരുപാട് ഉണ്ടാവും. പക്ഷേ അതിൽ തന്നെ നല്ലപോലെ കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ടാവും. എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ വീടിൻ്റെ പണിയൊക്കെ തീർന്നിട്ടേ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം പെട്ടെന്ന് തന്നെ ആവട്ടെ. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.